എൻ്റെ പൊന്നോ, പപ്പായ മിക്സിയുടെ ജാറിലിട്ടിട്ട് ദാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. ഈ ഒരു രഹസ്യം അറിഞ്ഞാൽ തൊടിയിലുള്ള പപ്പായ മരത്തിൽ ഇനി ഒരൊറ്റൊരെണ്ണം ബാക്കി വരൂല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു അടിപൊളി ഐറ്റം. വൈകുന്നേരമൊക്കെ മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ചായക്ക് എന്താ കടി ഉണ്ടാക്കുക എന്ന് കരുതിയിട്ട് ഇനി ആരും ടെൻഷൻ ആവണ്ട. ഈ ഒരൊറ്റ ഐറ്റം മാത്രം മതിയാകും. മനസ്സും വയറും ഒരുപോലെ നിറയും. ഇതിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ ഡെയിലി നമ്മൾ ഇത് തന്നെ റെഡിയാക്കുള്ളൂ. വലിയൊരു ചിലവോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അടുക്കളയിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എക്സ്ട്രാ ഒന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പം ഞാനിന്ന് എടുത്ത പപ്പായ ഉണ്ടല്ലോ, ചെറിയ രീതിയിൽ ഇങ്ങനെ പഴുത്ത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഇത് വെച്ചിട്ടാട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉൾവശത്തെ കുരുവും തൊലിയും ഒക്കെ അങ്ങ് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. അതിനുശേഷം ഒന്നെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അത് ഏതാണോ നല്ലത് എന്ന് വെച്ചാൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. നമ്മുടെ സമയത്തിനനുസരിച്ച് ചെയ്യാം. നാട്ടുപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ പപ്പായ കിട്ടാനുണ്ടാവും. ഒറ്റ തവണ ഇതൊന്ന് ഈ ഒരു ചായക്കടി നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ എന്നും വൈകുന്നേരം ആയാലോ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇത് തന്നെ റെഡിയാക്കുള്ളൂ കേട്ടോ. അത്രയ്ക്ക് രുചിയാണ്. അപ്പോൾ ഞാനിതാ 2 പപ്പായ ഇതുപോലെ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് ചമ്മന്തി അരക്കുന്നത് പോലെ പേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ക്രഷായി കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ ദാ ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കൊന്നുകൂടി ടേസ്റ്റി ആയതും കാണാനൊരു ഭംഗിയായി തോന്നിയതും ഇതുപോലെ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴാണ്. ഇനിയിപ്പോൾ ടേസ്റ്റൊക്കെ ഒരുപോലെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് വൈകുന്നേരം ഒന്നും തീരെ സമയം ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ആയാലും മതി. നമ്മളിത് കഴുകിയതിന് ശേഷമാണ് ഗ്രേറ്റ് ചെയ്തെടുത്തത്. ഇനി ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഞാനിതാ നേരിട്ട് ഇതൊരു ബൗളിലോട്ടൊന്ന് ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്കൊരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പപ്പായയുടെ ഗ്രേറ്റ് ചെയ്തതിലോട്ട് ഒരൊറ്റ സവാളയും 2 പച്ചമുളക് കനം കുറച്ചരിഞ്ഞതും 1-2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടി എടുക്കുകയാണ്. കാരണം നമ്മളെ വല്യുള്ളിയൊക്കെ ഇങ്ങനെ തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് വേറിട്ടിട്ട് ഈ ഒരു പപ്പായയുടെ കൂടെ അങ്ങ് അലിയട്ടെ. നമ്മളവിടെ കറൂത്ത, കർമ്മത്തി, പിന്നെ കർമൂസ അങ്ങനെ പേരിലൊക്കെയാണ് കേട്ടോ അറിയപ്പെടുന്നത്. കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇനി നമ്മൾ നന്നായിട്ടൊന്ന് കൈ വെച്ച് തിരുമ്പിയതിന് ശേഷം നമ്മളിതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂണോളം ഞാനിവിടെ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഗരം മസാലയാണെങ്കിൽ 1/2 ടീസ്പൂൺ മതി കേട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ട് കായത്തിൻ്റെ പൊടി ഒരു 1/2 അല്ലെങ്കിൽ 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കായത്തിൻ്റെ പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് പെരിഞ്ജീരകം 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്തിട്ട് കൈ വെച്ചിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കുക. ഇതിൽ നമുക്കൊരു കോഴിമുട്ട ഒന്ന് ഒഴിക്കാനുണ്ട്. അപ്പോൾ ഈ കോഴിമുട്ട ഒഴിക്കുന്നതിന് മുന്നേ മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഈ ഒരു കൂട്ടിലൊന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആക്കുക കേട്ടോ. കൈ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ മസാലയൊക്കെ എല്ലായിടത്തും ഒരുപോലെ എത്തിക്കിട്ടിക്കോളും. ഇനി നമ്മളിതിലോട്ട് ചേർക്കുന്നത് ഒരൊറ്റ കോഴിമുട്ടയാണ് കേട്ടോ. ഈ ഒരു കോഴിമുട്ട നല്ലൊരു കോട്ടിങ് കൊടുക്കും ഈ ഒരു സ്നാക്കിന്. അതുകൊണ്ട് തന്നെ കഴിക്കുന്ന സമയത്തും നല്ല രുചിയായിരിക്കും. അതുപോലെ തന്നെ ഇനി നമ്മൾ ചേർക്കുന്നത് 1/2 കപ്പ് കടലമാവും 1/4 കപ്പ് മൈദാമാവും 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ മുട്ടയുടെ പകരം ചിലർക്ക് മുട്ട പറ്റൂലെന്നൊക്കെ പറയും. അങ്ങനെയുള്ളവർക്കൊരു നുള്ളു ബേക്കിംഗ് സോഡ ലാസ്റ്റ് ചേർത്താൽ മതി. പക്ഷേ മുട്ട ചേർത്തോളൂ കേട്ടോ. അതിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഒന്നുമില്ല ഇതിന്. ഇത് വേറൊരു വെറൈറ്റി ഐറ്റം തന്നെയാണ്. ഒരൊറ്റ തവണ ചെയ്താൽ നിങ്ങളെ ഫേവറേറ്റ് ചായക്കടിയായി മാറും ഈ ഒരു പപ്പായ കൊണ്ടുള്ള പലഹാരം. ഇനി നമ്മൾ വെള്ളവും കാര്യങ്ങളൊന്നും ചേർക്കണ്ട. ഈ ഒരു പപ്പായയിലുള്ള വെള്ളവും മുട്ടയിലുള്ള വെള്ളവും മാത്രം മതി. നല്ല രീതിയിൽ കൈ വെച്ചിട്ട് മിക്സ് ആക്കിയെടുത്താൽ മതി. 1/2 കപ്പ് കടലമാവ്, ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം മൈദാമാവ്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി.
ഇവയാണ് കേട്ടോ ചേർത്തത്. ഇനി മൈദാപ്പൊടി ചേർക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ കടലമാവിൻ്റെ അളവ് ഒരു ഇച്ചിരി കൂട്ടി കൊടുത്താൽ മതി. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഇടുക കേട്ടോ. കണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് വലിയൊരു പരിപാടിയൊന്നുമില്ല. നമ്മുടെ കുഞ്ഞിച്ചട്ടി അങ്ങ് അടുപ്പത്തോട്ട് വെച്ചിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിന്ന് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. നമുക്ക് ഏത് എണ്ണയിൽ വെച്ചിട്ടും ഇത് ഫ്രൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ എണ്ണ ഇങ്ങനെ ചൂടായി വരുമ്പോൾ എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ മാവ് നുള്ളി നുള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഒരു ബ്രൗൺ കളറായി വരും. ആ ഒരു സമയത്ത് ഇത് കോരി മാറ്റാവുന്നതാണ്. തീ ഒരുപാട് അങ്ങോട്ട് കൂട്ടി വെക്കണ്ട. നമ്മൾ അരിപ്പൊടിയും മൈദാമാവും കടലമാവൊക്കെ അല്ലേ, എല്ലാം നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടണ്ടേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മീഡിയം അതിൽ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ വേവിച്ച് കൊടുക്കുക. ഇത് കോരി എടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കട്ടോ. അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കൂല നമ്മുടെ ഈ ഒരു പലഹാരത്തിൽ. പൊതുവേ നമ്മളെല്ലാവരും പപ്പായ വെച്ചിട്ട് കറിയും തോരനും ഒക്കെയാണ് ഉണ്ടാക്കാറ്. കറിയൊക്കെ വെച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ മക്കൾ കൂട്ടിപ്പോയിക്കോളും. പക്ഷെ തോരനൊക്കെ വെച്ചാൽ പ്ലേറ്റിൻ്റെ ആ മൂലക്കിലോട്ട് അങ്ങോട്ട് മാറ്റി വെക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ ഒരു ഐറ്റം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് മക്കളായാലും മുതിർന്നവരായാലും കഴിച്ചോളും. നമ്മളിത് ഒന്നാമത്തെ ട്രിപ്പ് ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. കണ്ടല്ലോ, നന്നായിട്ട് മൊരിച്ചെടുക്കുക കേട്ടോ. നമുക്കൊരു സ്ട്രെയിനറിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മളിങ്ങനെ എണ്ണയിലോട്ട് ഇടുമ്പോൾ അങ്ങനെ പതഞ്ഞ് വരും. വേറൊന്നുമല്ല, നമ്മളിതിൽ മുട്ട ചേർത്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മുട്ട തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ളി ബേക്കിംഗ് സോഡ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മുട്ട ചേർക്കുമ്പോഴാണ് നല്ലൊരു കോട്ടിങ്ങും ടേസ്റ്റും ഒക്കെ കിട്ടുന്നത്. എന്ന് കരുതുന്നത് സ്മെല്ലൊന്നുമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് റെഡിയാക്കിക്കോളൂ. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മളേക്ക് തൊടിയിൽ പപ്പായ ഉണ്ടെങ്കിൽ ഒരൊറ്റ പപ്പായ ഒന്ന് കുത്തിച്ചടിച്ചിട്ട് ഇതുപോലൊരു ഐറ്റം ഒന്ന് റെഡിയാക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കട്ടോ. നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുമ്പോഴാണ്, നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോഴാണ് നമുക്കൊന്നുകൂടി സന്തോഷമാണത്. വലിയൊരു ചിലവോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പപ്പായ നമ്മളെ തൊടിയിലുണ്ടാവും. ബാക്കിയെല്ലാം നമ്മൾ കുറേശ്ശെയാണ് ചേർക്കുന്നത്. അതൊക്കെ നമ്മൾ അടുക്കളയിൽ ഉണ്ടാവുമല്ലോ. ഡെയിലി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും മറ്റീനൊക്കെ കൊണ്ടുവന്ന് വെച്ചതുണ്ടാവും. അപ്പോൾ അതൊക്കെ കുറേശ്ശെ ചേർത്തിട്ട് ഈ ഒരു സിമ്പിൾ ഐറ്റം ഒന്ന് റെഡിയാക്കി നോക്കട്ടോ. ബാക്കിയുള്ളതും ഇതുപോലെ എണ്ണയിലിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. തീ പറ്റ കുറച്ച് വെക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എണ്ണ കുടിക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം നമ്മളെ പരിപാടി ഇവിടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കാണിച്ചു തരാം. കണ്ടല്ലോ, കാണാനുള്ള മൊഞ്ച് പോലെ തന്നെ ഇത് കഴിക്കാൻ എൻ്റെ പൊന്നോ ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി വറുത്തിട്ട് ഇതിൽ ചേർക്കുകയാണെങ്കിൽ ആ ഒരു കറിവേപ്പിൻ്റെ ഇലയുടെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ നമുക്കിതിൽ കിട്ടും. നമ്മളിതിൽ മാവ് കൂട്ടിയ സമയത്ത് മല്ലിച്ചപ്പ് ചേർത്തിട്ടില്ല. താല്പര്യമുള്ളവർക്ക് ചേർക്കട്ടോ. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടി ടേസ്റ്റി ആണത് കറിവേപ്പിൻ്റെ ഇലയുടെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെയാണെന്ന്. ഒരു പിടി കറിവേപ്പിൻ്റെ ഇല ഇതിലോട്ട് ഫ്രൈ ചെയ്തിട്ട് അതുകൂടി ചേർക്കുകയാണ്. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ സൂപ്പർ ഐറ്റം ഇവിടെ റെഡിയായി. ആ ഒരു മൊരിഞ്ഞ സൗണ്ട് കേട്ടോ. നല്ല കറുമുറുക കടിച്ച് കഴിക്കാനും ഒരൊറ്റ ഗ്ലാസ് ചായ ഉണ്ടെങ്കിൽ അതും മാത്രം മതി മക്കളെ. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ എന്നും നമ്മളോട് ചായക്കടി ഇത് തന്നെയായിരിക്കും കേട്ടോ എന്ന് കരുതിയിട്ട് കുട്ടികൾക്ക് മടുപ്പോ കാര്യങ്ങളോ ഒന്നും വരില്ല. കറിവേപ്പിനില ഫ്രൈ ചെയ്ത് കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് മയോണൈസോ ടൊമാറ്റോ കച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കൊരു പുതുമയായിരിക്കും. ഇഷ്ടത്തോടു കൂടി അവർ കഴിക്കുകയും ചെയ്തോളും. ഇനിയിപ്പോൾ പപ്പായ കഴിക്കണില്ല എന്ന് പറഞ്ഞിട്ട് ആരും ടെൻഷൻ ആവേണ്ട. ഒരുപാട് എണ്ണയൊന്നും കുടിക്കുന്നില്ല. നല്ല ഡ്രൈ ആയിട്ടാണ് ഓരോ പലഹാരവും നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ കഴിക്കുന്ന സമയത്തുള്ള സൗണ്ട് കേട്ടല്ലോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ നോക്കി കൊടുക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ കറക്റ്റ് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഹൈവ നമ്മുടെ
അടിപൊളി മുരിഞ്ഞ ചായക്കടയും ഒപ്പം നല്ലൊരു സൂപ്പർ ചായയും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ തന്നെ ഇത് മൊത്തമായിട്ട് തിന്ന് തീർക്കൂട്ടോ, അത്ര ടേസ്റ്റ് ഉണ്ട്. ഏതായാലും തിന്ന് തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റില്ല. വെറുതെ പറയല്ല, ഒരൊറ്റ തവണ ഇതൊന്ന് റെഡിയാക്കി നോക്കും. പപ്പായക്ക് ഒരു ക്ഷാമം ഉണ്ടാവില്ല. നമ്മുടെയൊക്കെ തൊടിയിൽ ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ. ഇനിയിപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നാട്ടിൽ വരുന്ന സമയത്തൊക്കെ നിങ്ങൾക്കിത് കളക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പോണതിൻ്റെ മുന്നേ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മളെ ഫോണൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളില്ലേ, ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.